അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇഷൽ ടേസ്റ്റി വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കാസർഗോഡുള്ള പൊരിയപ്പാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് 1/2 കിലോ ശർക്കര ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഉരുക്കിയെടുക്കുക. അതിലെ കല്ലും പൂയും എല്ലാം ഒന്ന് അരിച്ച് മാറ്റിയിട്ട് വേറെ പാത്രത്തിലേക്ക് ആക്കി വെക്കുക. 2 തേങ്ങ മീഡിയം സൈസുള്ള 2 തേങ്ങ ചിരവി മാറ്റി വെക്കുക. ഇനി നമ്മൾ ശർക്കര പാനി അടുപ്പിൽ വെച്ചോ അല്ലെങ്കിൽ സ്റ്റൗവിൽ വെച്ചോ നന്നായിട്ട് തന്നെ തിളപ്പിച്ച് കുറുക്കിയെടുക്കുക. അപ്പോൾ ഏകദേശം നന്നായിട്ട് കുറുക്കിയതിന് ശേഷം ആ ഒരു ടൈമിൽ നമ്മുടെ തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് 1/2 കിലോ ശർക്കരയ്ക്ക് ഒരു അര കിലോൻ്റെ പൊരിയാണ് വേണ്ടത്. അപ്പോൾ അതവിടെ ഒന്ന് ചൂടാക്കിയിട്ട് മാറ്റി വെക്കുക. നമ്മുടെ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുള്ള നമ്മുടെ ശർക്കര പാനി നന്നായിട്ട് തേങ്ങയിൽ ശർക്കര പിടിക്കണ വരെ നന്നായിട്ട് വിളയിച്ചെടുക്കുക. അപ്പോൾ ഏകദേശം ശർക്കര തേങ്ങയിൽ വറ്റി വരുന്ന ആ ഒരു ലെവൽ വരെ നമ്മളൊരു 1.5 മണിക്കൂർ സമയം എടുക്കും. കുറഞ്ഞ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ വറ്റിച്ചെടുക്കണം. അപ്പോഴേക്കും നമ്മുടെ പൊരിയൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് മിക്സിയുടെ ജാറിൽ തരതരപ്പോടുകൂടെ ഒന്ന് പൊടിച്ചെടുക്കുക. നന്നായിട്ട് പൊടിയരുത്, ക്രഷ് ആയിട്ട് മാത്രമേ ചെയ്യാവൂ. ചെറിയ തരതരപ്പോടുകൂടെ ഒന്ന് പൊടിച്ചെടുക്കുക. ഇതുപോലെ തന്നെ ശർക്കര പാനിയിൽ തേങ്ങ അത്രയും വെള്ളമില്ലാതെ ഇതുപോലെ ആയി കിട്ടണം. ആ ഒരു പരുവത്തിലാകുന്ന സമയത്ത് നമ്മുടെ പൊരി പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. അപ്പോൾ വെള്ളമൊന്നും ഒഴിക്കരുത്. ഈ ഒരു ശർക്കരപ്പാനിയുടെ ആ ഒരു ചെറിയ നനവിൽ നമ്മുടെ പൊരിയും തേങ്ങയും എല്ലാം കൂടെ നന്നായിട്ട് ടൈറ്റായിട്ട് വരണം. അതുപോലെ കുറച്ച് ഏലക്കായപ്പൊടി ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക്, അതല്ലെങ്കിൽ നല്ല ജീരകത്തിന് പൊടി ഇഷ്ടമുള്ളവർക്ക് അതും ചേർത്ത് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനതൊന്നും ചേർക്കണില്ല. ഇനി നന്നായിട്ട് തന്നെ വിളയിച്ചെടുത്തിട്ടുള്ള നമ്മുടെ തേങ്ങയും ശർക്കരപ്പാനിയും അതുപോലെ പൊരിയും കൂടി ഇതുപോലെ ആക്കിയിട്ടിട്ടുണ്ട്. നന്നായിട്ട് പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ഒരു ലെവലായിട്ടുണ്ട്. ഈ ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ അടുപ്പിൽ നിന്ന് മാറ്റിയതിന് ശേഷം ഒരു ചെറിയ ചൂടോടുകൂടെ തന്നെ നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഉരുട്ടിയിട്ട് ഇതുപോലെ ബോൾസാക്കി എടുക്കണം. അപ്പോൾ അതാ ബോൾസാക്കി എടുക്കുമ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കണമെന്നില്ല, അപ്പോൾ നനവൊന്നുമില്ലാതെ ഇതുപോലെ ആയി കിട്ടണം. ഇതാണ് കറക്റ്റ് പൊരിയപ്പത്തിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അതാ ഇതുപോലെ ഓരോ ഉണ്ടകളാക്കിയിട്ട് നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇത് കുറച്ച് നേരം അങ്ങനെ തന്നെ ഇരിക്കട്ടെ, മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് പച്ചരി ഞാനൊരു 2 മണിക്കൂർ മുമ്പേ കുതിർത്തിയിട്ടുണ്ട്. അത് വെള്ളമൊക്കെ തോർത്തിയിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഞാൻ ഒരു മുട്ട ചേർക്കുന്നുണ്ട്. 2 മുട്ട വേണമെന്നുള്ളവർക്ക് അങ്ങനെ ചേർക്കാം. ഞാൻ ഒരു മുട്ട ചേർക്കുന്നുള്ളൂ. ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, ഒരുപാട് ടൈറ്റ് ആവേണ്ട, എങ്കിൽ കുറച്ച് ലൂസായിരിക്കണം. ആ ഒരു ഇതിൽ നന്നായിട്ട് തന്നെ അരച്ചിട്ട് നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. ഇനി നമ്മൾ എണ്ണ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട്. ആ എണ്ണയിലേക്ക് ഓരോ ബോൾസും മാവിൽ മുക്കിയിട്ട് നമ്മുടെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. മാവിൽ മുക്ക ഇടുക, ഓരോ ബോൾസും മാവിൽ മുക്ക ഇടുക. അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട്, ഹൈ ഫ്ലെയിമിലായിരിക്കും നമ്മൾ ഉണ്ടയിടുമ്പോൾ, ഇനി മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ പൊരിയപ്പം ഉണ്ടാക്കാൻ പെട്ടെന്നൊരു 2-3 മിനിറ്റ് കൊണ്ട് കാണിക്കുന്ന വീഡിയോ അല്ല, കുറച്ച് സമയം എടുത്ത് ഉണ്ടാക്കുന്നൊരു പരിപാടിയാണ്. അപ്പോൾ ഒരുപാട് ലെങ്ത്തൊന്നും ഞാൻ വീഡിയോ കൂട്ടുന്നില്ല. അപ്പോൾ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങൾ വീഡിയോക്ക് എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കമൻറ്റായിട്ട് അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും ആരും മറന്നു പോകരുത്. ഇനി നമ്മുടെ പൊരിയപ്പൊക്കെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് വേഗം തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് വേഗമൊന്നും വേണ്ട, പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇടരുത്, മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തിരിച്ച് മറിച്ച് നല്ല ഗോൾഡൻ നിറമാണ് വരെ വറുത്ത് പോരാ. അപ്പോൾ ഞാൻ ഒരു ബാച്ച് നന്നായിട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ബാച്ചും കൂടെ ഇട്ട് കൊടുക്കാം അതുപോലെ. അപ്പോൾ ഈ പൊരിയപ്പൊക്കെ ഒരുപാട് ദിവസം ഇരുന്നാലും കേടൊന്നും വരാത്തൊരു സംഭവമാണ്. അപ്പോൾ ഞാനിത് ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ട് എനിക്കത് ഇഷ്ടപ്പെട്ട് ഞാൻ ഉണ്ടാക്കി നോക്കുന്ന കരുതിയിട്ട് ഉണ്ടാക്കി നോക്കിയാണ്. എന്തായാലും അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുവരെ ആരും ട്രൈ ചെയ്യാതൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരു ലഡു തിന്നുന്ന ഒരു ടേസ്റ്റ് നമുക്ക് ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് കഴിക്കുമ്പോൾ ലഡു തിന്നുന്ന ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടും. ഒരു അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. എന്തായാലും എല്ലാവരും ഒന്ന് വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ സ്നാക്സ് റെസിപ്പി ഇനിയും വീണ്ടുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ പഴയ വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക. ഇഷൽ ടേസ്റ്റി വ്ളോഗ്സ് തന്നെ എൻ്റെ ചാനലുണ്ട്. ഒരുപാട് സ്നാക്സിൻ്റെ റെസിപ്പി ഉണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെന്താ പറയുക, അപ്പോൾ ഒരു അത്യാവശ്യം കുറച്ചധികം ബോൾസ് തന്നെ 2ാമത്തെ ട്രിപ്പിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ വറുത്ത് പോകാം. അപ്പോൾ നമ്മുടെ പൊരിയപ്പൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ പുറം ഭാഗം നല്ല ക്രിസ്പിയും ഉൾഭാഗം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നമ്മളെ പൊരിയപ്പം ഇവിടെ റെഡിയായി. അപ്പോൾ ഒരുപാട് ദിവസം കേടുവരാതെയൊക്കെ നമുക്ക് സൂക്ഷിച്ച് ടിന്നിലൊക്കെ ഇട്ട് അടച്ച് വെക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്. അപ്പോൾ ഇത് കഴിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.